ഒരു പാർട്ടി നേതാവ് പറയാണ്, നിങ്ങൾ പാർട്ടിക്കുള്ളിൽ കുഴപ്പമുണ്ടാക്കരുത്, നമുക്കൊരു നേതാവ് ഉണ്ടല്ലോ, മൂപ്പരോട് നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ ഉള്ളിൽ പല ആൾക്കാരോടും കുറെ തെരീക്കത്തും ശരീക്കന്മാരുണ്ടാക്കിയിട്ട് ഉള്ളിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് നേരണ്ട് പറഞ്ഞാൽ പോലെ ഞാൻ അതിന്റെ ആളാണ്, എന്തിനാ ഇടയാളന്മാരെന്ന് ഇവര് ചോദിച്ചുപോയി. അത് കുടുങ്ങി. കേരളത്തിലെ പണ്ഡിത ലോകം ഇളകി. നമ്മുടെ സമൂഹത്തിലെ വിശ്വാസികളായ ആളുകളും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ എന്നവകാശപ്പെടുന്നവരും പലപ്പോഴും എത്ര വലിയ അബദ്ധങ്ങളിലും അന്ധവിശ്വാസങ്ങളിലുമാണ് മുന്നോട്ടു പോകുന്നത് എന്ന് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന വാർത്തകളും ചർച്ചകളുമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചകചര്യയുടെയും അത് കൃത്യമായി പിന്തുടരുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്, വിശ്വാസം ശരിയാകുമ്പോഴാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക എന്നാണ്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യണം. പടച്ചതമ്പുരാന്റെ ദീനിനെ കുറിച്ച് അവന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ യഥാർത്ഥമായ വിശ്വാസധാര മനസ്സിലാക്കി നിഷ്കളങ്കമായി ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്കാണ് കർമ്മങ്ങളുടെ സ്വീകാര്യതയിൽ പ്രതീക്ഷയർപ്പിക്കുവാനുള്ള അവകാശമാണ്. ഖുർആൻ പല സ്ഥലങ്ങളിൽ അത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. കപട വിശ്വാസികളെ കുറിച്ച് എന്തിനാ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. വിശ്വാസത്തിലുള്ള കാപട്യം, എങ്ങനെയാണ് കർമ്മങ്ങളെ പൊളിച്ചു കളയുന്നത് എന്ന് മാത്രമല്ല, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഏറ്റവും അടിയിലെ തട്ടില്, കൊലപാതകിയെ കുറിച്ചല്ല, വ്യഭിചാരിയെ കുറിച്ചല്ല, പലിശ വാങ്ങുന്നവനെ കുറിച്ചല്ല, കപട വിശ്വാസിയെ കുറിച്ചും. അപ്പൊ വിശ്വാസത്തിൽ കളങ്കവും കാപട്യവും ഉണ്ടാകരുത്. ആരാധനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മജ്ജയായ പ്രാർത്ഥനയുടെ വിഷയത്തിൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ സ്വീകരിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ച്, അത് ഏതെല്ലാം രൂപത്തിലാകാം, ഇസ്ലാമിൽ അതിന് ഉപയോഗിക്കുന്ന സാങ്കേതികമായ ഒരു പദമാണ് അള്ളാഹുവിലേക്ക് വസീലയെ സ്വീകരിക്കുക എന്ന് പറയുന്നത്. തവസ്സുൽ എന്നാണ് അതിന് പറയാ. തവസ്സുൽ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു മാർഗം തേടുക, പടച്ചതമ്പുരാനിലേക്ക് നമ്മൾ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ്. വിശുദ്ധ ഖുർആൻ സൂറ മാഇദയിലെ 35-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല എന്ന് പറയുന്നു. നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീലയെ സ്വീകരിക്കുക. തവസ്സുൽ എന്ന് പറയുന്നത്, വസീല എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ സംശയമുള്ള ആളുകൾ ഉണ്ടാകും. തവസ്സുൽ എന്ന സംഗതി തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കരുത്. തവസ്സുലുണ്ട് ഇസ്ലാമിൽ. അള്ളാഹുവിലേക്ക് അങ്ങനെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കുവാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. അതാണ് സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത്. തവസ്സുൽ പാടുണ്ടോ പാടില്ലേ, തവസ്സുൽ ഇസ്തിഗാസ എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യുന്ന മുസ്ലിം സംഘടനകൾക്കിടയിൽ, പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം അത് ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹുവോടുള്ള അടിമയുടെ ബന്ധവുമായി ചേർന്ന് നിൽക്കുന്ന വിഷയമാണ്. അപ്പൊ ഈ മാർഗം തേടുക എന്നതിൽ വിശുദ്ധ ഖുർആൻ അത് വിശദീകരിച്ചിട്ടുണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടനേകം ഹദീസുകളിൽ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ സൂറ അറാഫിലെ 180-ാമത്തെ ആയത്തിൽ ഞാൻ ആദ്യമായി നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് ഏറ്റവും വിശിഷ്ടമായ നാമങ്ങളുണ്ട്, നല്ല പേരുകൾ, അതാണ് അസ്മാഉൽ ഹുസ്ന. അസ്മാഉൽ ഹുസ്ന പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേറെ അർത്ഥം. ഇവര് അസ്മാഉൽ ഹുസ്നന്റെ ആളാണെന്ന് പറഞ്ഞാൽ കൂടോത്രം ചെയ്യുന്ന ആളാണ്. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങളാണ്. ഇന്നലില്ലാഹി തിസ്അത്തുൻ വതിസ്ഊന ഇസ്മ, അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. മിഅത്തുൻ ഇല്ലാ വാഹിദ്,
100-ൽ 1 കുറവ്. ഒമൻ അഹ്സാഹാ ദഖലൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരെങ്കിലും അത് ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇഹ്സാ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഒരു ബോർഡുമാക്കിയിട്ട് ചുമരുമ്പോൾ തൂക്കിയ സ്വർഗത്ത് പോകുന്നല്ല. അങ്ങനെ നമ്മളെ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയത് മനപ്പാടമാക്കിയാൽ സ്വർഗത്ത് പോകും എന്ന് മനസ്സിലാക്കി കുറെ ആളുകൾ. ഇഹ്സാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയവും അതിന്റെ തേട്ടവും അറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ സ്വർഗത്ത് പോകുന്നതാണ്. റഹ്മാൻ, റഹീം, ഗഫൂർ, ഖാലിഖ്, റാസിഖ്, അൽ അലി, അൽ ജബ്ബാർ, അൽ മുതകബ്ബിർ, ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അപ്പൊ 99 വിശിഷ്ടമായ നാമങ്ങൾ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പണ്ഡിതന്മാർ എഴുതിയ ഗ്രന്ഥങ്ങളിൽ അതിൽ കൂടുതൽ പേരുകൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. 100-ന് പുറത്തൊക്കെ പേരുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ നാമങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് വസീലയാക്കാം. അതെങ്ങനെയാണ്? അതാണ് വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിന് വിശിഷ്ടമായ നാമങ്ങളുണ്ട്. ഫദ്ഉ ബിഹാ, ആ പേരുകളിൽ നിങ്ങൾ അവനെ വിളിച്ചുകൊള്ളുക. ആ പേര് വെച്ചിട്ട്, ആ പേരിനെ മുമ്പിൽ നിർത്തിയിട്ട് ആ പേരിലൂടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, നീ റഹ്മാനാണ്, എനിക്ക് കരുണ ചെയ്യണമേ. കേട്ടോ, റഹ്മാൻ എന്ന് പറയുന്ന ഇസ്മിനെ മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. അതാണ് വസീല. അള്ളാഹുവിന്റെ പേരുകൾ മുൻനിർത്തിയിട്ട് അതിലൂടെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അതേപോലെ തന്നെ പഠിച്ചവനെ നീ റാസിഖാണ്, ഭക്ഷണം നൽകുന്നവനാണ്. അത് അള്ളാന്റെ ഇസ്മാണ്. അതുകൊണ്ട് നീ എനിക്ക് അന്നം നൽകണമേ, എന്റെ ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യം നീക്കണമേ. അല്ലാഹുമ്മ അൻത ഷാഫി, അള്ളാഹുവേ നീ ഷാഫിയാണ്. അഷ്ഷാഫി എന്ന് പറഞ്ഞ അള്ളാന്റെ പേരാണ്. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുആദിറു സഖമ. ഒരു രോഗിയുടെ അടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷേ നീ നിന്റെ വിശേഷണമാകുന്നു ഷാഫി. ആ പേരിനെ മുൻനിർത്തിയതായ ഞാൻ നിന്നോട് വസീല, ആ പേര് കൊണ്ടുള്ള വസീലയാണ്. അതുകൊണ്ട് ചോദിക്കണം, പഠിച്ചവനെ നീ റാസിഖാണ്, നീ ഗഫൂറാണ്, പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അങ്ങനെ അള്ളാഹുവിന്റെ വിശിഷ്ട നാമങ്ങൾ കൊണ്ട് നീ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. വദുല്ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അവന്റെ പേരുകളിൽ കൃത്രിമം കാണിക്കുന്ന ആളുകളെ നീ വിട്ടുകളയുകയും ചെയ്യുക. അവർ ചെയ്തു വരുന്ന കാര്യത്തിന്റെ ഫലം അവർ വഴിയെ അനുഭവിച്ചുകൊള്ളും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. സയുജ്സൗന മാ കാനൂ യഅമലൂൻ. അപ്പൊ വസീലയുടെ ഒരു രൂപം നിങ്ങൾ നോക്കൂ. ഈ സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്ത് കേരളത്തില് അരനൂറ്റാണ്ട് കാലമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ട ആയത്താണ്. എന്താ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുക വിശ്വാസികളെ. വബ്തഉ ഇലൈഹിൽ വസീല, നിങ്ങൾ വസീലയിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ മുഫസ്സിറുകളും പറഞ്ഞത് വസീല എന്ന് പറഞ്ഞാൽ യാനി അമലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങളാണ് വസീല എന്ന് പറഞ്ഞാൽ. എന്നാൽ നമ്മുടെ നാട്ടിൽ അതിന്റെ അർത്ഥം പറഞ്ഞത് അത് രൂപം തിരിഞ്ഞു കാണാവുന്ന തടികളാകുന്നു. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുദ്ദീഖീങ്ങൾ, മക്ബറകൾ, പുണ്യപുരുഷന്മാർ, അവരാകുന്ന തടികളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുക എന്ന് ലോകത്ത് അറിയപ്പെട്ട ഒരു മുഫസ്സിറും ആ വ്യാഖ്യാനം പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ നാട്ടിലെ പല വ്യവസായങ്ങളെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സീറോ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള കുറെ വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിൽ. ഒരു പൈസയും ചെലവില്ല. മണിമാളിക പോലെയുള്ള ഭവനങ്ങളും മുന്തിയതരം വാഹനങ്ങളും സ്വീകാര്യതയും ആഡംബരവും സൗകര്യവും ഒക്കെ കിട്ടാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ള വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. എന്താ വിഷയം? ഒരു പാർട്ടി നേതാവ് പറയാണ്, നിങ്ങൾ പാർട്ടിക്കുള്ളിൽ കുഴപ്പമുണ്ടാക്കരുത്, നമുക്കൊരു നേതാവ് ഉണ്ടല്ലോ, മൂപ്പരോട് നിങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ ഉള്ളിൽ പല ആൾക്കാരോടും കുറെ തെരീക്കത്തും ശരീക്കന്മാരുണ്ടാക്കിയിട്ട് ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് നേരാണ്ട് പറഞ്ഞാൽ പോലെ ഞാൻ അതിന്റെ ആളാണ്, എന്തിനാ ഇടയാളന്മാരെന്ന് മൂപ്പര് ചോദിച്ചുപോയി. അത് കുടുങ്ങി. കേരളത്തിലെ പണ്ഡിത ലോകം ഇളകി. അവരവരുടെ നേതാവിന് കത്തയച്ച്, ഞാൻ ഈ വിഷയം പറയാൻ കാരണം നിങ്ങൾ നോക്കും നമ്മുടെ സമൂഹം എവിടെയാണ് നിൽക്കുന്നതെന്ന്. അവര് പരാതി പറഞ്ഞ കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഞാൻ വായിക്കേണ്ടതാണ്. ഇതാണ്: നേരിട്ട് പടച്ചവനോട് പറഞ്ഞാൽ പോരെ, എന്തിനാണ് ഇടയാളന്മാർ എന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ചോദിച്ചു. ഇത് സുന്നി വിശ്വാസത്തെ പരിഹസിക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. നേരിട്ട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിച്ചത് നമ്മളെ വിശ്വാസത്തെ
പരിഹസിക്കുകയാണ്. എന്തിനാ റസൂലുള്ള വന്നത്? നമ്മൾ ആലോചിക്കണ്ടേ? ലോകത്ത് രണ്ട് വിശ്വാസധാരകളുണ്ട്. ഒന്ന് സുന്നി ധാരയാണ്, ഒന്ന് ഷിയായി ധാരയാണ്. സുന്നി ധാര എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. ഒരു സുന്നി മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒക്കെ അതിൽ പെട്ടു. നാട്ടിൽ കാണുന്ന സുന്നിയല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്നതിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അംഗീകരിച്ചുകൊണ്ട്, സ്വഹാബത്തിനെ അംഗീകരിച്ചുകൊണ്ട്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ അംഗീകരിച്ചുകൊണ്ട്, അവർക്ക് തർളിയത്ത് ചൊല്ലിക്കൊണ്ട് ആ വഴിയിൽ അഹ്ലുസുന്നത്തിന്റെയും ജമാഅത്തിന്റെയും രീതി, അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു ആകുന്ന ഇസ്ലാമിക ഖിലാഫത്തിലേക്ക് വരേണ്ടത് അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ഒക്കെ ആ ഖിലാഫത്ത് അനധികൃതമായി തട്ടിയെടുത്ത ആളുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെയും ഒക്കെ പേരിൽ ലഅനത്ത് ചെയ്യുന്ന ആളുകളാണ് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അലി വലിയുല്ലാഹ് എന്ന് അവർ പറയാം. പ്രവാചക കുടുംബത്തിന്റെ പരമ്പരക്കാണ് അവകാശം. അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ തെറ്റിപ്പോയ ഷിയാഈ ധാരയും അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറയുന്ന ധാരയും, ഈ ധാരയില് അള്ളാഹുവോട് നേരിട്ട് കാര്യങ്ങൾ ചോദിക്കുകയും അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും അവനെ ആരാധിക്കുകയും അവനിൽ പങ്കാളികളെ ചേർക്കാതിരിക്കുകയും, ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ ഈ ഖബർ പൂജ പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നത് ഷിയാഈ ധാരയിൽ നിന്നാണ്. അഹമ്മദ് ഷാ എന്ന് പറയുന്ന ബോംബെക്കാരനായ ആള് കൊണ്ടോട്ടിയിൽ വന്നുകൊണ്ടാണ് ആദ്യമായി തുടങ്ങിയത് കേരളത്തിൽ. അന്ന് പൊന്നാണിയിലുണ്ടായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂം, ആ താഴ്വഴിയിൽപ്പെട്ട പൊന്നാണി കൈക്കാർ എന്ന് പറയുന്ന തങ്ങന്മാർ അതിനെ എതിർത്തു. അഹമ്മദ് ഷാ വലിയല്ല, മുരീദന്മാർക്ക് അദാബുണ്ട് എന്നവർ പാടി. കൊണ്ടോട്ടിക്കാർ പാടിയത് എന്താ? അഹമ്മദ് ഷാ വലിയാണ്, മുരീദന്മാർക്ക് അദാബില്ല എന്ന് പാടിയപ്പോ യഥാർത്ഥ സുന്നി ധാരയിലുള്ള പൊന്നാണി കൈക്കാരായ തങ്ങന്മാര് മറിച്ചു പാടിയത് മുഹമ്മദ് ഷാ കള്ളനാണ്, വലിയല്ല, മുരീദന്മാർക്ക് അദാബ് ഉണ്ടെന്ന് പാടി. അങ്ങനെ കൊണ്ടോട്ടി കൈ, പൊന്നാണി കൈ എന്ന് പറഞ്ഞ് ഒരുപാട് കാലം ഷിയായി സുന്നി വിശ്വാസധാരകൾ കേരളത്തിൽ വലിയ സംഘടന നടന്നു. ചരിത്രം വായിക്കണം നമ്മൾ. പക്ഷേ പിൽക്കാലത്ത് നമ്മൾ കണ്ടത് ആ ഷിയായി ധാരയിലേക്ക് നമ്മുടെ സമൂഹം പതുക്കെ പതുക്കെ അലിഞ്ഞില്ലാതായി വെള്ളത്തിൽ ഉപ്പ് ലയിക്കുന്നത് പോലെ ലയിക്കുന്നതാണ്. അപ്പൊ അഹ്ലുസുന്നയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് നേർക്കുനേരെ ഇടയാളന്മാരില്ലാതെ തവസ്സുലിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ അനുവദനീയമായ രൂപം ഇതാണ്. രണ്ടാമത്തേത്, നമ്മൾ ചെയ്ത അമലു സ്വാലിഹാത്തുകൾ മുൻനിർത്തി പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം വിശദീകരിച്ചു. മൂന്നാളുകൾ, വിശ്വാസികളായ മൂന്നാളുകൾ ഒരു യാത്രാമധ്യേ അവരൊരു ഗുഹയിൽ കുടുങ്ങിയ സംഭവം എല്ലാവർക്കും പരിചയമുള്ള പ്രഖ്യാതമായ റസൂലുള്ള പറഞ്ഞ ഒരു സംഭവകഥയാണ്. ഗുഹാമുഖത്ത് വലിയ കല്ല് വന്ന് അടിഞ്ഞുകൂടി, പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. ആ നാട്ടിലാണെങ്കിൽ ജനവാസമില്ലാത്ത പ്രദേശം, ഒറ്റപ്പെട്ട സ്ഥലം. തങ്ങൾ ചെയ്ത അമലു സ്വാലിഹാത്തുകൾ മുൻനിർത്തി അവർ പ്രാർത്ഥിച്ചു. അതാണ് തവസ്സുലിന്റെ രണ്ടാമത്തെ രൂപം. ഒന്നാമത്തെ ആള് പറഞ്ഞത് അയാളുടെ മാതാപിതാക്കൾക്ക് ചെയ്ത നന്മകളെ കുറിച്ചാണ്. അപ്പൊ ആ കല്ല് കുറച്ച് നീങ്ങി. ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ആള് പറഞ്ഞു, ഒരു സ്ത്രീയുമായി അവിഹിത ബന്ധത്തിന് തുറന്ന അവസരമുണ്ടായപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നു. പഠിച്ചവനെ, നിന്റെ പ്രീതിയെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ നിന്ന് മാറിയത്. എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയപ്പോഴും കല്ല് പിന്നെയും നീങ്ങി. ഇതാരാ പറഞ്ഞത്? ഇത് ബാലരമയിലെ അമർചിത്ര കഥ അല്ല, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഭവകഥ. എന്താണ് വസീല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി. മൂന്നാമത്തെ ആള് പറഞ്ഞത് അയാളുടെ ജോലിക്കാരന് അയാൾ ചെയ്തു കൊടുത്ത ഖിദ്മത്തിനെ കുറിച്ച്, കൃത്യമായി കൂലി കൊടുത്ത കാര്യത്തെ കുറിച്ചൊക്കെയാണ്. ആരുടെയും സൽവാക്ക് പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങൾ ഈ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തത് എന്ന് മൂന്നാളും പറഞ്ഞപ്പോ ആ കല്ല് നീങ്ങിയിട്ട് ആ ഗുഹാമുഖം അവർക്ക് വേണ്ടി തുറന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഇവിടെ എന്താ ചെയ്തത്? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത, ആരും കാണാതെ ചെയ്ത, ആരുടെയും പ്രീതിക്ക് വേണ്ടി അല്ലാതെ ചെയ്ത നിഷ്കളങ്കമായ കർമ്മങ്ങൾ ഉണ്ടാവുമല്ലോ. പക്ഷവനെ, ഞാൻ ആ സംഗതി ചെയ്തത് നിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ്, നിനക്കും എനിക്കും മാത്രമേ അത് അറിയുള്ളൂ. ആ സൽക്കർമ്മത്തെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു. ആ പടച്ചവൻ പ്രാർത്ഥന കേൾക്കും. അതാണ് വസീലയുടെ രണ്ടാമത്തെ രൂപം, വിശദീകരിക്കേണ്ടതില്ല. അതേപോലെ തന്നെ മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന
സദ്വൃത്തരായ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. കാന്തപുരം ഉസ്താദ് സ്വാലിഹായ ഒരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് അദ്ദേഹത്തെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. ഇസ്ലാം അതിനെതിരെയുള്ള. നാളെ അദ്ദേഹം മരണപ്പെട്ടാൽ കബറിങ് പോയിട്ട് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറ്റൂല. അതാണ് ഇസ്ലാം. കബറിങ് പോയി പ്രാർത്ഥിക്കുമ്പോ അത് ശിയായി വിശ്വാസമായി. കാന്തപുരം ഉസ്താദ് ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾ പോയിട്ട് ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി തോർക്കണം എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. മനസ്സിലാവുണ്ടോ? CP ഉമർ സുല്ലമി ഇവിടെ ഏതാനും ആഴ്ച നോക്കുമ്പോ കുത്തു പറഞ്ഞല്ലോ, അദ്ദേഹം നല്ല സ്വാലിഹായ ഒരു മനുഷ്യനാണെന്ന് തോന്നുന്ന ആൾക്കാർക്ക് CPന്റെ അടുത്ത് പോയിട്ട് ഉസ്താദെ ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, മോനക്ക് സുഖമില്ല, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പണ്ഡിതന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അത് വസീലയുടെ മറ്റൊരു രൂപമാണ്. നാളെ CP മരിച്ചിട്ട് രണ്ടത്താണി പള്ളിയിൽ അദ്ദേഹത്തെ മറമാടിയാൽ ഞാൻ അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ ഞാൻ ഷിയായി വിശ്വാസക്കാരനായി. മനസ്സിലായില്ലേ? എത്ര എളുപ്പ സംഗതി, എത്ര സിമ്പിളാണ് സംഗതി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കാൻ പറയുന്നത് ജീവിച്ചിരിക്കുമ്പോ കുഴപ്പമില്ല, അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. നാളെ അദ്ദേഹം മരണപ്പെട്ടു പോയാൽ ഖബറിന്റെ അടുത്ത് പോയിട്ട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ എന്റെ കുട്ടിയുടെ രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ പുറത്ത്. ഇങ്ങനെ എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ തന്നെ. ഈ വിഷയം കേരളത്തിൽ ചർച്ചയായപ്പോൾ നേരിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് വലിയ കുറ്റമാണ് എന്ന് പറയുന്ന ആളുകൾ 2 തെളിവുകൾ അതിനുവേണ്ടി ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വിടുന്നുണ്ട്. അത് കഴിഞ്ഞ 50 കൊല്ലമായി കേരളത്തിൽ പ്രചരിക്കുന്ന 2 ദുർന്യായങ്ങളാണ്. അതിൽ ഒന്നെന്താണെന്നറിയോ? ഒന്ന്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തൊരു സംഭവം ഉണ്ടായി. എന്താ സംഭവം? മഴ കിട്ടാതെയായി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവിനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നുകൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. എന്താ കുഴപ്പമുള്ളത്? കുഴപ്പമില്ല. എന്താണ് ആ സംഭവം? ലിയകൂന ദാലിക വസീലത്തുൻ ഇലാ റഹ്മത്തില്ലാഹി തആല ഫയഖൂൽ, അല്ലാഹുവിലേക്കുള്ള വസീലയായി അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ടുവന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നത്ലുബു മിനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറയാണ്, അള്ളാഹുവെ, അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ വസീല ചെയ്യാറുണ്ടായിരുന്നു. ഫസ്തജീബു ലനാ, ഞങ്ങൾക്ക് നീ ഉത്തരം നൽകാറുണ്ടായിരുന്നു. ഫനഹ്നു അൽ ആൻ, ഇപ്പോൾ ഞങ്ങൾ നതവസ്സലു ഇലൈക ബിഅമ്മി നബിയിനാ അൽ അബ്ബാസ് ഫസ്ഖിനാ, ഇപ്പോൾ ഞങ്ങൾ ഇതാ റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ മുൻനിർത്തി നിന്നോട് പ്രാർത്ഥിക്കുന്നു. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് ജീവിച്ചിരിക്കുന്ന കാലം, നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് മഴ കിട്ടാതെയാകുമ്പോൾ ആരോട് പ്രാർത്ഥിക്കാൻ പറയും? എല്ലാ സഹാബികളും അത് നബിയെ നിങ്ങൾ പ്രാർത്ഥിക്കട്ടെ, നമ്മളെല്ലാം കൂടി പ്രാർത്ഥിക്കുക. നബി പ്രാർത്ഥിക്കും, സഹാബികളും പ്രാർത്ഥിക്കും, ചിലപ്പോൾ കൂട്ടമായി പ്രാർത്ഥിക്കും, ചിലപ്പോൾ ഒറ്റക്ക് പ്രാർത്ഥിക്കും, മഴ കിട്ടും. ഇപ്പൊ അവര് പറയാണ് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കാലമായപ്പോ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് ആ സമൂഹത്തിലെ ഏറ്റവും വരേണ്യനായ പ്രവാചകനുമായി ബന്ധമുള്ള അവരാദരിക്കുന്ന പണ്ഡിതൻ, നേതാവ്, അദ്ദേഹത്തോട് പ്രാർത്ഥിപ്പിച്ചു. ഈ നോക്കുന്നത് ഈ തെളിവ് ശരിക്കും എന്തിനെതിരാ? മരിച്ചുപോയ നബിയോട് പ്രാർത്ഥിക്കാമെന്നാണെങ്കിൽ പൊന്നാര സഹോദരന്മാരെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിനെ കൊണ്ടുവരോ? ആലോചിച്ചാ പോരെ? ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കണം എന്നാണ്. ഇത് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഹക്ക് എന്ന് പറഞ്ഞാല് പ്രവാചകന്മാർക്കും സ്വാലിഹീങ്ങൾക്കും സിദ്ദീഖീങ്ങൾക്കും ഒക്കെ അള്ളാന്റെ അടുത്തൊരു ഹക്കുണ്ട്. ഹക്ക് എന്ന് പറഞ്ഞാൽ ഒരു അവകാശം. എന്താ ഹക്ക് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നബിയാണെങ്കിൽ നുബൂവത്ത് എന്ന് പറയുന്നത് അവരുടെ ഹക്കാണ്. ഷഹീദായ ഒരാളെ സംബന്ധിച്ച് അയാളുടെ ഷഹാദത്ത് എന്ന് പറയുന്ന അയാളുടെ ഹക്കാണ്, ഒരു പദവിയാണ് പഠിച്ചു കൊടുക്കുന്നത്. സിദ്ദീഖീങ്ങൾ, സ്വാലിഹീങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അള്ളാന്റെ അടുത്ത് പ്രത്യേകമായ ഹക്കുകളുണ്ട്. ആ ഹക്ക് കൊണ്ട് ഞങ്ങളെ സഹായിക്കണേ, അതാണ് ഹക്ക് കൊണ്ട് സഹായിക്കുക പറഞ്ഞാൽ. ജായ് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മഹത്വം കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ. ബർക്കത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹു കൊടുത്ത എന്തോ ബർക്കത്തുണ്ട്, ആ ബർക്കത്തിൽ നിന്ന് ഞങ്ങളെ സഹായിക്കണം. അതാണ് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നാട്ടില്. ഈ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുന്നത് അഹ്ലുസുന്നയുടെ വിശ്വാസത്തിനെതിരാണ്. കാരണം എന്താ? റസൂൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല, സ്വഹാബികൾ പ്രാർത്ഥിച്ചിട്ടില്ല, 4 ഖലീഫമാർ പ്രാർത്ഥിച്ചിട്ടില്ല, താബിയങ്ങളോ തബൗ താബിയങ്ങളോ മദ്ഹബിന്റെ ഇമാമുകളോ പ്രാർത്ഥിച്ചിട്ടില്ല. ഈ സംഭവം തന്നെ നോക്കൂ നിങ്ങൾ.
ഈ സംഭവം തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മഴ കിട്ടാതെയായപ്പോൾ ശരിക്കും അവരെങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നല്ല പറഞ്ഞത്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന അന്ന് ജീവിച്ചിരിക്കുന്ന റസൂലുള്ളാഹിന്റെ അളാപ്പാനെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. എന്നിട്ട് പറയാണ്, നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞങ്ങൾ നബിനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചിരുന്നു. ഇന്നതാ ഞങ്ങൾ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിനെ മുൻനിർത്തി അള്ളാഹുവെ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഒരു പണ്ഡിത വരേണ്യനായ സ്വാലിഹായ ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ എല്ലാവർക്കും സുസമ്മതനായ ഒരാൾ ആ പ്രാർത്ഥനക്ക് നേതൃത്വം കൊടുത്തു. അതാ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്താണെന്ന്. ഈ 3 രൂപത്തിലുള്ള പ്രാർത്ഥനകളാണ് വസീലയിലുള്ളത്. ഒന്ന്, അള്ളാഹുവിന്റെ വിശിഷ്ടമായ നാമങ്ങൾ കൊണ്ട്. 2, നമ്മൾ ചെയ്ത അമൽ സ്വാലിഹാത്തുകൾ കൊണ്ട്. 3, നമുക്ക് പ്രാർത്ഥിപ്പിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഒരൊറ്റ ആയത്ത് കൂടി പറയാം. 2, ഇതിന് ന്യായമായി പറയുന്ന ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ഉന്നയിക്കുന്ന ഇടയാളന്മാരെ സ്വീകരിക്കാൻ തെളിവുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന ആയത്ത് സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്. അതെന്താ? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതഅ ബിഇദ്നില്ലാഹ്. ഒരു റസൂലിനെയും അല്ലാഹു അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ അയച്ചിട്ടില്ല. വലൗ അന്നഹും ഇദ്ലമു അൻഫുസഹും, അവർ തങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചപ്പോൾ, ജാഊക, അവർ നിന്റെ അടുക്കൽ വന്നിരുന്നുവെങ്കിൽ, ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അല്ലാഹുവോട് പാപമോചനം തേടുകയും, വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ, ലവജദുല്ലാഹ തവ്വാബർ റഹീമ, അല്ലാഹുവിനെ പശ്ചാത്താപം സ്വീകരിക്കുന്നവരായി നിങ്ങൾക്ക് കാണാമായിരുന്നു. എന്താ ഈ ആയത്തിൽ പറഞ്ഞ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അപ്രകാരം പിൻപറ്റണമെന്ന്. ഇത് തെറ്റാൻ പാടില്ല. അങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ചില സംഗതികൾ ഉണ്ടായപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾ പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട്, അപ്പൊ റസൂലുള്ളാഹി ജീവിച്ചിരിപ്പുണ്ട്, പ്രവാചകന്റെ അടുത്ത് വന്നുകൊണ്ട് ജാഊക, ഐബല പിടിക്കുക, നബിന്റെ അടുത്ത് വന്നില്ലേന്ന്. എപ്പോഴാ വന്നത്? നബി ജീവിച്ചിരിക്കുമ്പോന്ന്. ഫസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ നടത്തുക. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, നിങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന റസൂലും നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുക, എങ്കിൽ നിങ്ങൾക്ക് പശ്ചാത്താപം ലഭിക്കുമായിരുന്നു. ഈ ആയത്ത് എന്തിന് തെളിവായിട്ട് പോകുന്നത്? നബിന്റെ അടുത്ത് പോകാന്ന്. എങ്ങനെ പോകാം? ഇപ്പോൾ മദീനത്ത് മറമാടപ്പെട്ട് കിടക്കുന്ന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് പ്രാർത്ഥിക്കാമെന്ന ദുർവ്യാഖ്യാനം കഴിഞ്ഞ 5 പതിറ്റാണ്ട് കാലമായി കേരളത്തിലുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഘടന ലെറ്റർപേഡിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ ഇത് വിശ്വാസ രംഗത്തെ ഏറ്റവും വലിയ പുഴുക്കുത്താണ്. വസീല എന്ന് പറയുന്ന ഇസ്ലാമിലുണ്ട്, തവസ്സുലും ഇസ്ലാമിലുണ്ട്, അനുവദനീയമായതും ഹറാമായതുമുണ്ട്. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുവാനും അപ്രകാരം ഈ ലോകത്തോട് യാത്ര പറയുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.